നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅറു മുബാറക്കിന് സ്വഹാബത്ത് കൊടുത്ത പ്രാധാന്യം എത്രയാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സ്വഹാബത്തിന് ഒരു രോഗം വന്നാൽ, സ്വഹാബത്തിന്റെ ശരീരത്തിന് ഒരു മുറിവ് വന്നാൽ, സ്വഹാബത്തിന്റെ ശരീരത്തിന് ഒരു പോരൽ വന്നാൽ, ഇന്ന് ഞങ്ങളുടെ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടിയിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യഗണങ്ങളാകുന്ന സ്വഹാബത്ത് ആദ്യമായി ഓടിയിരുന്നത് ഇലാ ഹബീബില്ലാഹ്, മുത്തുനബി തങ്ങളെ ചാരത്തേക്കാണ്. പൊട്ടി വീണ കണ്ണുമായി ഒരു സ്വഹാബി നബി തങ്ങൾ അടുത്തേക്ക് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഖതാദത്തു നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, ഖതാദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സൈനികന്മാരെ കൂട്ടത്തിൽ നല്ല അമ്പെഴുത്തുകാരനാണ്, നല്ല അമ്പെറിയുന്നതിൽ പ്രാവീണ്യമുള്ള സ്വഹാബിയാണ്. ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമ്പോൾ മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിലേക്ക് അമ്പവിടന്ന് വരുന്നു. കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ കണ്ണുമായി ഉഹുദിന്റെ രണാങ്കണത്തിൽ നിന്ന് ഓടി വരുന്നത് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഇന്ദി ഇംറഅതൻ ഉഹിബ്ബുഹാ. യാ റസൂലല്ലാഹ്, എനിക്ക് ഞാൻ വല്ലാത്ത ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യയുണ്ട് നബിയേ. വഇൻ ഹിയ റഅത് ഐനി ഖശീതു തക്ദറുഹാ, എൻ്റെ ഈ പൊട്ടിപ്പിന്നിപ്പോയ ചിതറിപ്പോയ കണ്ണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യ കണ്ടാൽ അവൾക്കൊരു കുറവ് തോന്നൂല ഹബീബേ, ഞാൻ എന്ത് ചെയ്യണം ഹബീബേ എന്ന് കണ്ണ് പിളർന്നു പോയ ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണും പിടിച്ച് നബി തങ്ങളെ മുമ്പിൽ വന്ന് നബി തങ്ങളോട് പരാതി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മുനീരെടുത്ത് കണ്ണിലേക്ക് തേക്കുന്നു, കണ്ണ് തൽസ്ഥലത്ത് വെച്ചു കൊടുക്കുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കണ്ണിന്റെ ശക്തി എനിക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് ഉള്ള കാഴ്ചയേക്കാളും ഡബിൾ ഇരട്ടി കാഴ്ച എൻ്റെ റബ്ബ് എനിക്ക് തന്നു. അവർക്കെല്ലാം മുത്തുനബിയാണ്. സംസാരിക്കാത്ത, ജന്മനാ സംസാരമില്ലാത്ത കുഞ്ഞിനെ ഒരു ഉമ്മ നബി തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഒരൊറ്റ മകനാണ് നബിയേ, ജന്മനാ സംസാരിക്കുന്നില്ല നബിയേ. നബി തങ്ങൾ ചോദിച്ചു, മോനെ ഇതാരാണെന്നറിയുമോ? അന്നക റസൂലുള്ളാഹ്, ജന്മനാ സംസാരിക്കാത്ത മകന് നബി തങ്ങൾ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോ അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് നബിയേ. സ്വഹാബത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്ത് പ്രയാസമുണ്ടായാലും, എന്ത് വിഷമമുണ്ടായാലും ഓടി വന്നിരുന്നത് മുത്തു നബി തങ്ങളെ ചാരത്തേക്കാണ്. ആ നബി തങ്ങൾ അടുത്ത് മാതൃകയുണ്ട്, ആ നബി തങ്ങളുടെ അടുത്ത് ശിഫായുണ്ട്, ആ നബി തങ്ങളെ ചാരത്ത് എല്ലാം ഉണ്ടെന്ന് കരുതി സ്വഹാബത്ത് സർവ്വതിനു വേണ്ടി ഓടി വന്നത് മുത്തു നബി തങ്ങളുടെ ചാരത്തേക്കാണ്. ഹബീബ്